ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. സുഖമല്ലേ? സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖമാണ്, നല്ല വിശേഷം അല്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു കുഞ്ഞി പാട്ട് പഠിച്ചാലോ? ഒരു കുട്ടിപ്പാട്ട് പഠിച്ചാലോ? പൂച്ചക്കുഞ്ഞിനെ പറ്റി ഒരു പാട്ട് പഠിച്ചാലോ? ഇടയ്ക്കിടയ്ക്ക് അത് പാടി നടക്കണം കേട്ടോ. ഒരു കുഞ്ഞിപ്പാട്ട് പൂച്ചക്കുഞ്ഞിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കതൊന്ന് പാടി നോക്കിയാലോ? പാടി നോക്കാം, എഴുതി നോക്കാം. ഓക്കെ, വായോ. ഏത് പാട്ടാണെന്നറിയോ? കുഞ്ഞിപ്പൂച്ചയുടെ പാട്ട്. ആരെ പറ്റിയുള്ള പാട്ടാണ്? കുഞ്ഞിപ്പൂച്ചേനെ പറ്റിയുള്ള പാട്ട്. ഓക്കെ. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി. എന്താ പറ്റിയത്? കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി. അമളി പറ്റാന്ന് പറഞ്ഞാൽ ഒരു അബദ്ധം പറ്റിയില്ലേ? നമുക്കൊക്കെ അബദ്ധങ്ങൾ പറ്റാറില്ലേ? അല്ലേ? പേരൻസ് പറയും എന്താണ്, മക്കളെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് പറയുമ്പോൾ അനുസരിക്കാതെ ഓടിപ്പോയി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് എന്താണ്, അമളി പറ്റിയിട്ട് അയ്യോ അമ്മ അച്ഛാ പറ്റിപ്പോയി അല്ലേ? അതുപോലെ എന്തു പറ്റി? കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി. എന്താ അമളിയാന്ന് കേക്കണ്ടേ? കാച്ചി വെച്ച ചൂടുപാൽ ഓടിച്ചെന്ന് നക്കി. കാച്ചി വെച്ച ചൂടുപാല്. കാച്ചി വെച്ച ചൂടുപാലിന്റെ അവസ്ഥ എന്താ? കാച്ചി വെച്ച ചൂടുപാലിന്റെ അവസ്ഥ എന്താ? പ്രത്യേകത കാച്ചി വെച്ച ചൂടുപാല് പോയി നക്കി കഴിഞ്ഞാ ചൂടായിരിക്കും അല്ലേ? അടുപ്പത്ത് തിളച്ച് കഴിഞ്ഞും ജസ്റ്റ് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ഒന്ന് ചൂടാറാൻ അല്ലേ? അപ്പോഴേക്കും കൊതിയായിട്ട് ഓടിപ്പോയി കൊച്ചുപൂച്ച എന്ത് ചെയ്തു? ആ പാല് നക്കി അല്ലേ? ഇനി എന്താ പറ്റിയെന്ന് അറിയണ്ടേ? കുഞ്ഞിനാവ് പൊള്ളിയപ്പോൾ കുഞ്ഞിപ്പൂച്ച കരഞ്ഞു. മ്യാവ് 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 അല്ലേ? എന്താ പറ്റിയേ? കാച്ചി വെച്ച പാൽ ഓടിപ്പോയി നക്കി. അപ്പൊ എന്താ പറ്റിയേ? നാവിനെന്താ പറ്റിയേ? പൊള്ളിപ്പോയി അല്ലേ? ഇപ്പൊ കുഞ്ഞിപ്പൂച്ച എന്താ ചെയ്തേ? നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും അമളി പറ്റിക്കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ വീണ് എവിടെയെങ്കിലും കാലൊക്കെ പൊട്ടി കൈയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മള് കരയും. അതുപോലെ കുഞ്ഞിപ്പൂച്ചയും കരഞ്ഞു. മ്യാവു മ്യാവു മ്യാവു. നമുക്കിനി പാട്ടൊന്ന് എഴുതിയാലോ? ഇഷ്ടായോ? ടീച്ചർ മുഴുവനായിട്ട് അത് പാടി കേൾപ്പിക്കാം. അതിന് മുമ്പ് നമുക്കത് എഴുതാം. ഓക്കെ. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതണമെന്ന് അറിയണ്ടേ? അതാണ് നമ്മുടെ പ്രധാനം. മനസ്സിലായോ? നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നത് മാത്രമല്ല, ഈ അക്ഷരം പാടിയത് നമ്മൾ പറഞ്ഞത് എങ്ങനെ എഴുതാമെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, വായോ. അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാണ്? കുഞ്ഞിപ്പൂച്ച. ഏതാ? കുഞ്ഞിപ്പൂച്ച. കുഞ്ഞിപ്പൂച്ച. ഓക്കെ. കൊച്ചുപൂച്ച കുഞ്ഞിനൊരു എഴുതാം. നോക്കിക്കോളൂ കേട്ടാ. കൊച്ചു പൂച്ച ഇവിടെ തികയില്ല, അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ എഴുതണേ കേട്ടാ. സ്പീഡിൽ എഴുതി പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാ സാവധാനം എഴുതാൻ ടീച്ചർ. ഓക്കെ. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി. എങ്ങനെ എഴുതണേ നോക്കാം. കോയ എങ്ങനെ എഴുതാ? ഇതുണ്ടോ? കോ കൊച്ചു ഉണ്ടോ? പൂച്ച. ഇനി ഇവിടെ തികയില്ല, അതുകൊണ്ടാണ് താഴെ എഴുതണേ കേട്ടോ. ഒരുമിച്ച് എഴുതേണ്ടതാണ്. ഇവിടെ കംപ്ലീറ്റ് എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ് ടീച്ചർ താഴെ എഴുതുന്നത് കേട്ടാ. കൊച്ചു പൂച്ച ക ഉ
കു, ഞി, നോ, രു. കുട്ടി വായിച്ചേ. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു എന്താണ് പറ്റിയത്? എന്താ പറ്റിയത്? ആ, കൊച്ചമളി പറ്റി. അതെങ്ങനെ എഴുതാൻ നോക്കാം. കോ ച മ ലി പറ്റി. ഉണ്ടോ? കൊച്ചമളി പറ്റി. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി. എന്താന്ന് നോക്കാം. കാച്ചി വെച്ച ചൂടുപാൽ ഓടിച്ചെന്ന് നക്കി. അതെങ്ങനെ എഴുതണേ നോക്കാം. കാച്ചി വെച്ച, ഒരു മിനിറ്റ്, കാച്ചി വെച്ച എന്താണ്? കാച്ചി വെച്ച എന്താണ്? ചൂടുപാൽ. ചൂടുപാൽ. കാച്ചി വെച്ച ചൂടുപാൽ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് നക്കി. എഴുതാം. ഓടി ചെന്നു എന്ത് ചെയ്തു? നക്കി. ഉണ്ടോ? യെസ്. ഓടിച്ചെന്ന് നക്കി. അപ്പൊ എന്താ പറ്റിയത്? കുഞ്ഞുനാവ് പൊള്ളിയപ്പോൾ കുഞ്ഞു നാവു, കുഞ്ഞുനാവു പോ ളി യ പോ ൾ. ഉണ്ടോ? കുഞ്ഞുനാവ് പൊള്ളിയപ്പോൾ എന്താ ചെയ്തത്? കുഞ്ഞു കുഞ്ഞുനാവ് പൊള്ളിയപ്പോൾ കുഞ്ഞു പൂച്ച എന്ത് ചെയ്തു? കുഞ്ഞു പൂച്ച കരഞ്ഞു. കണ്ടോ? കരഞ്ഞു. എങ്ങനെയാണ് കരഞ്ഞത്? മാ, ശ്രദ്ധിക്കാട്ടാ. ഇങ്ങനെയല്ലേ പൂച്ച കരയുന്ന ശബ്ദം. അത് നമ്മളെങ്ങനെ എഴുതുന്നേന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ? ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ? മാ, മാ, എന്നിട്ട് മിയ. ഉണ്ടാ? മിയ, യായുടെ ചിഹ്നം. മിയ. മ്യാന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? ഉണ്ടാ? ആയുടെ ചിഹ്നം ഇടണം. അപ്പൊ മ്യാ വ ഊ. ഉണ്ടാ? മ്യാവൂ. എങ്ങനെയാ കരഞ്ഞത്? മ്യാവൂ. എന്നിട്ട് രണ്ടൊന്ന് കുത്തിടാം. പിന്നെന്താണ്? വീണ്ടും അങ്ങനെ തന്നെ അല്ലേ? മ്യാവൂ. കണ്ടോ? ഇനിയാണ് കുഞ്ഞിപ്പൂച്ച കരഞ്ഞത്. മ്യാവൂ. കണ്ടോ? ഇഷ്ടായോ പാട്ട്? പാട്ട് കേൾക്കുക, അത് ആസ്വദിക്കുക, ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ട് നടക്കുക. ഒപ്പം എന്ത് ചെയ്യണം?
അക്ഷരങ്ങള് ചിഹ്നങ്ങളും ഒക്കെ പരിചയപ്പെടാനായിട്ട് ഇതുപോലെ പറയുന്നതും പാടുന്നതും സാവധാനം നിർത്തി നിർത്തി പാടി നിർത്തി നിർത്തി പറഞ്ഞ് ഇതുപോലെ എഴുതി നോക്കണം. മനസ്സിലായോ? എന്നാലാണ് നമുക്ക് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ചേർത്ത് ഓരോ സ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് ചേർത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രനേരം ടീച്ചർ പറഞ്ഞത് ടീച്ചർ എന്തെങ്കിലും വായിക്കാം, എഴുതിയത് വായിക്കാം. കൊച്ചു പൂച്ച, കൊച്ചു പൂച്ച, കുഞ്ഞിനൊരു, കുഞ്ഞിനൊരു. അപ്പൊ കൂട്ടി വായിക്കുമ്പോ കൊച്ചു പൂച്ച കുഞ്ഞിനൊരു എന്താ നോക്കിയേ, കൊച്ചമളി കൊച്ചമളി പറ്റി. അബദ്ധം പറ്റിപ്പോയി അല്ലേ? എന്താണ്? കാച്ചി വെച്ച, കാച്ചി വെച്ച ചൂടുപാൽ, ചൂടുപാൽ ഓടിച്ചെന്നു, ഓടിച്ചെന്നു നക്കി, നക്കി. എന്താ എന്താ സംഭവിച്ച? പിന്നെ കുഞ്ഞു നാവു, കുഞ്ഞു നാവു പൊള്ളിയപ്പോൾ അല്ലേ? പൊള്ളിപ്പോയി അല്ലേ? എന്താ ചെയ്തേ? കുഞ്ഞു പൂച്ച, കുഞ്ഞു പൂച്ച എന്ത് ചെയ്തു? കരഞ്ഞു, കരഞ്ഞു. എങ്ങനെയാണ് കരഞ്ഞത്? മ്യാവൂ മ്യാവൂ മ്യാവൂ. കണ്ടോ? പറയുന്നത് എഴുതാൻ നമുക്ക് പറ്റണം. ഇത്രയും നാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സുകള് ഞാൻ പഠിച്ചു എനിക്ക് ഉപയോഗപ്രദമായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എഴുതാൻ പറ്റണം, പറയുന്നത് എഴുതാൻ പറ്റണം. കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ വരാം, പക്ഷെ അധികവും തെറ്റില്ലാതെ എഴുതാൻ പറ്റണം. അതാണ് നമ്മൾ ഇത്രയും കാലം അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിച്ചതിന്റെ ഗുണം എന്ന് പറയുന്നത്. മനസ്സിലായോ? പഠിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റണം. ഓക്കെ, വീട്ടിലിരുന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ട് നടക്കുക അല്ലെ? നല്ല രസമുണ്ട് കേൾക്കാൻ അല്ലെ? കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി, കാച്ചി വെച്ച ചൂടുപാൽ ഓടിച്ചെന്നു നക്കി, കുഞ്ഞുനാവ് പൊള്ളിയപ്പോൾ കുഞ്ഞു പൂച്ച കരഞ്ഞു, മ്യാവു മ്യാവു മ്യാവു. ഉണ്ടോ? പാടാൻ രസമുണ്ട്. അതേപോലെ എന്ത് ചെയ്യണം? എഴുതാനും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ വായിക്കാൻ മറക്കണ്ട. എല്ലാ ദിവസവും 15 മിനിറ്റ് വായിക്കാനും എഴുതാനും വേണ്ടി മാറ്റി വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം, ബൈ.